ഭാനു, ഞാൻ നിന്നെ ഒരിക്കലും വഞ്ചിക്കാനോ പറ്റിക്കാനോ ശ്രമിച്ചിട്ടില്ല. നീ പറഞ്ഞതുപോലെ ഒന്നും ഞാൻ ഭാവനേച്ചി സംസാരിച്ചിട്ടില്ല. ഭാവനേച്ചി നമ്മൾ രണ്ടുപേരെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കളവ് പറഞ്ഞത്. നിന്നെ കെട്ടിച്ചുവിടാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടും നീ വീട്ടിൽ ബാധ്യതയായിട്ട് നിൽക്കുന്നത് കൊണ്ടും നിന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നിന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചിടാൻ വേണ്ടിയിട്ടാണ് നിന്റെ ചേച്ചി എന്നോട് പറഞ്ഞത്. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ പോയി നിന്റെ ചേച്ചിയോട് ചോദിച്ചു നോക്ക്. പക്ഷെ അവർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന് തന്നെ പറയും. പക്ഷേ വാസ്തവം ഇതാണ് ഭാനു. എല്ലാം കേട്ട് നിൽക്കുന്ന ഭാനു പറയുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായി നീ ഒരു പക്ക ഫ്രോഡാണെന്ന്. ലോകത്ത് ആര് പറഞ്ഞാലും എന്റെ ചേച്ചി ഇങ്ങനെ പറയില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി എന്റെ ചേച്ചിയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടി പോകരുത്. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുമെന്നോ? മറ്റാരെ കൂടുതൽക്കാളും ഞാൻ എന്റെ ചേച്ചിയെ മനസ്സിലാക്കിയവളാണ്. ഞാനൊരു ഡോക്ടറായിട്ട് കാണാൻ എന്റെ ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് പോലും എന്റെ ചേച്ചിയുടെ കഷ്ടപ്പാടിന്റെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ്. എന്നിട്ടിപ്പോൾ നീ എന്റെ ചേച്ചിക്ക് വിലയിടുന്നോടാ എന്ന് പറഞ്ഞ് ജയേഷിനെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ ഭാനു. ഇന്നലെ വരെ എന്റെ മനസ്സിൽ നിനക്കൊരു വിലയുണ്ടായിരുന്നു, ഒരു സ്ഥാനമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ഒരു വില പോലും നിനക്ക് ഞാൻ തരില്ല. നിനക്കും നിന്റെ അച്ഛനും കാറും വീടും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും കൂടി ഒരു വഴി കണ്ടെത്തിയിരുന്നു. പക്ഷെ ദൈവം എന്നെ രക്ഷിച്ചു. നിന്റെ നാവിൽ നിന്ന് തന്നെ നിന്റെ മനസ്സിലുള്ളത് പുറത്തു വന്നു. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്നെപ്പോലെ വെളുക്കെ ചിരിക്കുന്നവന്റെ അകം കറുപ്പാണെന്ന്. അതുകൊണ്ട് ഇന്നത്തോടെ ഇപ്പോൾ നമ്മൾ പിരികയാണ്. ഇനി എന്റെ പിന്നാലെ വന്നാൽ ഞാൻ ചിലപ്പോൾ ഈ കോളേജിൽ തന്നെ മാറും. ഞാനൊരു വാക്ക് പറഞ്ഞാൽ എന്റെ ചേച്ചിയും സൂര്യേട്ടനും അതെനിക്ക് നിറവേറ്റി തരും. അതിനി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശരി. നീ അത് ഓർത്തോ എന്നവൾ വെല്ലുവിളിക്കുമ്പോൾ ജയേഷ് പറയണേ, അതെനിക്ക് മനസ്സിലായി. നിന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ കെയറിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഭാനു തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, മനസ്സിലായില്ല? ഞാനും കഴിക്കുന്ന ചോറ് തന്നെയാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് നിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും എനിക്ക് വേണ്ട. ഇത് കേട്ട ഭാനുവിന് ദേഷ്യം വരികയാണ്. അവൾ ജയേഷിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. എന്നിട്ട് കൈവിരൽ ചൂണ്ടിയിട്ട് പറയുന്നത്, ഇനിയെങ്ങാനും ഇതുപോലത്തെ വാക്ക് നിന്റെ നാവിൽ നിന്ന് വന്നാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ഭാനു അവിടെ നിന്നും ഒരു പോക്ക് പോവാൻ കേട്ടോ. ജയേഷാകട്ടെ അവളടിച്ച ആ മുഖം കൈകൊണ്ട് തൊട്ട് നോക്കിയിട്ട് ദേഷ്യം കൊണ്ട് നോക്കി നിൽക്കാട്ടോ അവളുടെ ആ പോക്ക്. പിന്നീട് കാണിക്കുന്നത് ഭാനുവിന്റെ വീടാണ്. അവിടെ ഭാവന മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ. ഭാനു എവിടെ പോയതാണെന്ന് അവർക്കൊരു പിടിയുമില്ല. അവളുടെ ഫോണിലേക്ക് ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കുക, പക്ഷെ അവൾ ഫോൺ എടുക്കുന്നുമില്ല. അങ്ങനെ ഗായത്രിയും മായും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്തായി ഭാവന, വല്ല വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കാം. ഇല്ല അമ്മ, അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൾ എവിടെ പോയെന്ന് ആരോട് പറഞ്ഞിട്ടുമില്ല എന്ന് ടെൻഷനായി നിൽക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ അവിടെ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും ഭാനു ഇറങ്ങി വരികയാണ് കേട്ടോ. ഭാനുവിനെ കണ്ടതും അവരുടെ മുഖത്തൊക്കെ ഒരു ആശ്വാസം തെളിഞ്ഞു കേട്ടോ. അങ്ങനെ ഭാനു വരുമ്പോൾ പറയുന്നുണ്ട്, സോറി ചേച്ചി, ഞാൻ ചേച്ചിയോട് പറയാതെ പോയത്. ഞാൻ ജയേഷിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സേതുവും അവിടെ നിന്ന് എല്ലാവരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. ചേച്ചി പേടിക്കണ്ട, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരോട് തീർത്തിട്ടുണ്ട്. എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അങ്ങനെ അവനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്കും സേതുവിനും മായക്കും ഭാവനയ്ക്കുമെല്ലാം സന്തോഷമാവാൻ. ഇങ്ങനെ വേണം പെൺകുട്ടികളായ പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയണം, അല്ലാതെ വായടിച്ചു നിന്നാൽ എവിടെയും വിജയിക്കില്ല എന്ന് പറയാൻ. അങ്ങനെ ഭാനു എന്ന് വിളിച്ചുകൊണ്ട് ഭാനുവിനെ ചേർത്ത് പിടിക്കാൻ. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, ഇതിന്റെ പേരിൽ ഞാൻ ഒരു സങ്കടവും കാണിച്ച് ഇവിടെ കുത്തിയിരിക്കും. എനിക്ക് പഠിക്കണം, എൻ്റെ ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ഡോക്ടർ ആവുകയും വേണം എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്കും അന്തസ്സോടെ കൂടി അവൾ തലതിരിച്ച് നിൽക്കാൻ. എന്നിട്ട് ഭാനുവിനെ മിടുക്കി എന്ന് പറഞ്ഞിട്ട് അണിഞ്ഞു ചേർത്തിട്ട് ഉമ്മ കൊടുക്കാൻ കേട്ടോ. പിന്നീട് എല്ലാവരും അകത്തേക്ക് വരികയാണ്. അപ്പോൾ ഭാമയാകെ ടെൻഷനായിട്ട് അബിക്ക് ഫോൺ ചെയ്യാൻ. ഭാനു എവിടെയും കാണുന്നില്ല, അവൾ എവിടെയൊക്കെ പോയതെന്ന് അറിയില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്താണ് ഭാനുവിനെയും കൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറി വരുന്നത് കാണുന്നു. എവിടെയായിരുന്നു ഭാനുവിനെ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇനി കൂടുതലൊന്നും അവളോട് ചോദിക്കേണ്ട ഭാമേ, അവൾ ജയേഷിനെ കാണാൻ പോയതാണ്. എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു തീർത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, മോളെ, ഇനി അവൻ ഫോൺ വിളിച്ചാൽ നീ എടുക്കരുത്. എന്തായാലും അവന്റെ ഉള്ളിൽ നല്ല പക കാണും. അതുകൊണ്ട് ഏത് വിധേനയും അവൻ വീണ്ടും ചതിക്കാൻ നോക്കും. പക്ഷെ എൻ്റെ മോൾ ഇനി അവന്റെ ഫോൺ എടുക്കരുത്. അതൊരു കൂടി നമുക്ക് ഇതങ്ങ് അവസാനിപ്പിച്ച് കളയാം എന്ന് പറയാം. എന്നിട്ട് ഭാനുവിനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് അയക്കാൻ. പിന്നീട് അവൾ ഗായത്രിയോട് പറയുന്നുണ്ട്, എന്തായാലും അവൻ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും പുതിയ അടവുകളുമായിട്ട് അച്ഛനും മകനും മുന്നോട്ട് വരും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും എന്ത് നേടാൻ നമ്മൾ തയ്യാറായി നിൽക്കാം. എന്താണ് നമുക്ക് നോക്കാം എന്ന് പറയാണ്. അപ്പോൾ സേതു പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ അവനെ പോയിട്ട് അവന്റെ കൈയും കാലും ഒടിച്ചിടുകയാണ് വേണ്ടത്. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയാൻ. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് വേണം നിന്നെ ജാമത്തിലിറക്കാൻ വേണ്ടിയിട്ട് ഇവളെ ഓടി നടക്കാൻ. അടങ്ങി മിണ്ടാതെ നിന്നോണം എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാണ്. അവിടെ ഗായത്രി എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിലേക്ക് വിളിക്കാൻ. എന്നിട്ട് ടേബിളിൽ ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് പ്ലേറ്റ് എല്ലാം നിവർത്തി അതിലേക്ക് ഭക്ഷണം വിളമ്പാൻ. അങ്ങനെ ഭാമയും ഭാവനയും സേതുവുമായും എല്ലാവരും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, എവിടെ അമ്മയെ ഭാനു? അപ്പോൾ ഗായത്രി പറയുന്നത്, അവൾ മുറിയിലുണ്ട്, ബുക്കൊക്കെ എടുത്ത് പഠിക്കുകയും എഴുതുന്ന തിരക്കിലാണ് എന്ന് പറയാണ്. എങ്കിൽ അവളെയും വിളിക്കാമേ, ഇനി അവൾ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണ്ടല്ലോ. എല്ലാവരുടെയും കൂടെയാകുമ്പോൾ അവൾക്കും സന്തോഷമാകും. മാത്രമല്ല നമുക്ക് അവളോട് യാതൊരു ദേഷ്യവുമില്ല എന്ന് അവൾക്കും മനസ്സിലാകട്ടെ. ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് പിന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മായം പറയുന്നുണ്ട്, അതെ
ഭാനുവിനെ നമ്മൾ ഒറ്റപ്പെടുത്തിയെന്ന് അവൾക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. അവളെടുത്ത തീരുമാനം തന്നെയാണ് എന്തുകൊണ്ടും ശരി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന പറയുന്നത് എങ്കിൽ ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് വേണ്ട, മോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഞാൻ പോയി വിളിക്കാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഭാനുവിന്റെ റൂമിൽ പോയി നോക്കുകയാണ്. അവിടെയാട്ടെ ഭാനു ഒരു ചെയറിൽ ചാരി കിടക്കുകയാണ് കേട്ടോ. മുഖം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗായത്രി വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഭാനു ഉറങ്ങുന്നതായിട്ടാണ്. ഭാനു, നീ എന്താ പഠിച്ചിപ്പോൾ ഉറങ്ങിയോ? നീയല്ലേ വിശക്കുന്നമ്മേ എന്ന് പറഞ്ഞത് കുറച്ചു നേരത്തെ. വാ വന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഇരുന്നു എന്ന് പറയാണ്. പക്ഷെ ഭാനുവിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നിലത്തെല്ലാം കിടന്നിരുന്ന പുസ്തകവും ഡ്രസ്സും എല്ലാം എടുത്ത് ഗായത്രി അടുക്കി വെക്കുകയാണ്. ഇവളെന്തിനാ ഇതെല്ലാം കൂടി വാലി വരിച്ചിട്ടിരിക്കുന്നത്, ഒരു ഒതുക്കവുമില്ല എന്നൊക്കെ പറയാൻ. എന്നിട്ട് അവളെ വിളിച്ചിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഒരു വെള്ളത്തുള്ളി ഉറ്റുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാണുന്നത് ഭാനുവിന്റെ കയ്യിൽ നിന്നും ബ്ലഡ് നിലത്തേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. അത് കണ്ട് ഗായത്രി ആകെ ഷോക്കായതാണ്. മോളെ ഭാനു എന്ന് ഉച്ചത്തിൽ വിളിക്കാൻ. എന്നിട്ട് സേതു ഭാവനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. എന്റെ മോൾ എന്ന് പറഞ്ഞ് കരയാൻ കേട്ടോ. ഇത് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഭാവനയും സേതുവും അവിടെ കൂടിയെത്തുകയാണ്. എല്ലാവരും ആ ഒരു സീന് കണ്ട് ആകെ ഷോക്കാവുകയാണ് കേട്ടോ. ഭാനു കൈയിന്റെ നിരമ്പ് അറുത്ത് സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ചേർന്ന് ആകെ ഷോക്കാവും. ഭാവന വേഗം ആ മുണ്ടെടുത്തിട്ട് കയ്യിൽ കെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് സേതുവിനോട് ഭാനുവിനെ എടുക്കാൻ പറയാണ്. അങ്ങനെ അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയ ഡോക്ടർ വരികയാണ്. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭാനുവിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. പുറത്തു നിൽക്കുന്ന ഗായത്രി എന്റെ മോൾക്ക് എന്ത് പറ്റി, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് കരയാൻ. ഭാവന ഒരുവിധം അമ്മയെ ആശ്വസിപ്പിച്ച് നിർത്തുകയാണ്. അമ്മേ, നമ്മുടെ ഭാനുവിന് ഒന്നും സംഭവിക്കില്ല, ഡോക്ടറില്ലേ അകത്ത്, അവൾക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതാണ് അമ്മേ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇനി അവൾ നമ്മുടെ മുൻപിൽ സന്തോഷമായിട്ട് അഭിനയിക്കുകയായിരുന്നു, അവൾക്കുള്ള ഇത്രയും വിഷമം ഉണ്ടായിരിക്കുമോ ഭാവന, അല്ലാതെ അവൾക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയുന്നത് എന്താണ് നമുക്കറിയില്ലല്ലോ അമ്മേ, അവൾക്ക് ബോധം തെളിഞ്ഞാലല്ലേ എന്താ കാര്യമെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. സേതുവും പറയുന്നുണ്ട് ഇത് മറ്റെന്തോ കാരണമാണ്, അവളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മായ പറയുന്നുണ്ട് അതേ സേതു ഏട്ടാ, അല്പസമയം മുമ്പ് ഞാൻ അവളുടെ റൂമിൽ പോയപ്പോൾ അവൾ നന്നായിട്ട് പഠിക്കുകയും എഴുതുകയുമായിരുന്നു, പെട്ടെന്ന് അവൾക്ക് എന്താ ഇങ്ങനെ തോന്നാൻ കാരണം അറിയില്ല മായ എന്ന് പറഞ്ഞ് സേതു കരയാം. ഏറെ നേരം കഴിഞ്ഞ് ഒരു നഴ്സ് വന്ന് ഭാവനയെ അകത്തേക്ക് വിളിക്കാണ്ട്. അങ്ങനെ ഭാവന എല്ലാവരോടും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. അകത്തെത്തിയ ഭാവന ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല, നന്നായിട്ട് ബ്ലഡ് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നല്ല ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, ട്രിപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞോളൂ, കയറി കാണാം എന്ന് പറയാണ്. അങ്ങനെ ഭാവന ചെന്നിട്ട് ഭാനുവിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഭാനു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ നല്ല മഴക്കത്തിലാണ് കേട്ടോ. അപ്പോഴേക്കും ഗായത്രി വന്നിട്ട് ഭാവനയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഭാനുവിനെ കാണണമോ, എന്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഭാവന പറയുന്നുണ്ട് ഡോക്ടറെ കണ്ടമ്മേ, കുഴപ്പമൊന്നുമില്ല, പേടിക്കാനില്ല എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ അവൾ മയക്കത്തിലാണ് എന്ന് പറയാണ്. അങ്ങനെ ഗായത്രിയും ഭരത്തും ഭാവനയും എല്ലാവരും അകത്ത് കയറി ഭാനുവിനെ കാണുന്നുണ്ട്. അങ്ങനെ അവളുടെ അടുത്തിരിക്കുന്നുണ്ട്. ഗായത്രി പൊട്ടിക്കരയാണ്. എന്റെ കുഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നില്ല നമ്മുടെ മുന്നിൽ പെരുമാറിയിരുന്നത്, ഇത്രയും വിഷമം അവളുടെ മനസ്സിൽ വെച്ചിട്ടായിരുന്നു അവൾ ഇങ്ങനെ നിന്നത്, എന്തുകൊണ്ടാണ് അവൾ അത് തുറന്ന് പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്താണ് നമുക്കറിയില്ലല്ലോ അമ്മ, അനുവിനെ ബോധം തെളിയട്ടെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം അവളോട് സമാധാനപൂർവ്വം ചോദിച്ചറിയാം, എടുത്തു ചാടി ഇപ്പോൾ ഒന്നും ചോദിക്കരുത് എന്ന് പറയാൻ. എവിടെയും അമ്മമാരാണല്ലോ മക്കൾക്ക് ഒരു താങ്ങായി നിൽക്കുന്നത്, ഇവിടെയും അമ്മ തന്നെയല്ലേ അവളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നത്, അമ്മ തന്നെയാണല്ലോ ഈ ഒരു കാര്യം ആദ്യം കണ്ടുപിടിച്ചത്, ഒരു കുഴപ്പം വരില്ല അമ്മേ, നമ്മൾ അവളുടെ കൂടെയുണ്ടെന്ന ധൈര്യം അവൾക്ക് നമ്മൾ എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കണം, ഒരു പക്ഷെ അവൾ ഒറ്റപ്പെട്ടു പോയി നമ്മളെല്ലാവരും അവളെ കുറ്റപ്പെടുത്തും എന്നൊരു ഭയം അവളുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും എല്ലാവരും ഫേസ് ചെയ്യാൻ മടിച്ച് അവൾ ഇങ്ങനെ ഒരു കടുക ചെയ്തത്, എന്തായാലും ഇനി അവൾക്ക് ബോധം തെളിയട്ടെ, നമ്മൾ ഒരു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് പോലും അവളെ കുറ്റപ്പെടുത്തേണ്ട, നമ്മളെപ്പോഴും അവളുടെ കൂടെയുണ്ടെന്ന ധൈര്യം തോന്നലും അവൾക്കുണ്ടാവണം, അങ്ങനെ ആയാൽ തന്നെ അവൾ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറും അമ്മ എന്നൊക്കെ പറയാം. അങ്ങനെ ഭരത്തും പറയുന്നുണ്ട് അതെ അമ്മേ, നമ്മൾ അവളോടൊപ്പം ഉണ്ടെന്ന് അവൾക്ക് ബോധ്യപ്പെടണം. അങ്ങനെ അവരെല്ലാവരും കൂടി കരയാൻ കേട്ടോ ഭാനുവിന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്. അതേസമയം ഭാവന പിന്നീട് പുറത്തേക്ക് പോവാണ്. എന്നിട്ട് സൂര്യക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം സൂര്യൻ വല്ലാതെ വിഷമത്തിലാവുകയാണ്. രാത്രി ഏറെ വൈകിട്ടും സൂര്യ എന്താണ് ഉറങ്ങാത്തത് എന്ന് കണ്ടപ്പോൾ ദേവൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് സൂര്യയോട് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ട, എന്താ മോനെ, എന്താ പ്രശ്നം, നീ എന്താ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സൂര്യ പറയുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്നതാണ് അച്ഛാ, ഭാവനയുടെ ഒരു കോൾ വന്നത് കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്, എന്താ മോനെ ഭാവനയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭാവനയ്ക്കല്ല അമ്മേ, ഭാവനയുടെ അനിയത്തി ഭാനുവിനാണ് ഇപ്പോൾ പറ്റിയത് എന്ന് പറയാൻ. അങ്ങനെ എന്താ മോനെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ, ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞിരുന്നല്ലോ ഭാനുവിന് ഒരു വിവാഹാലോചന വന്നത്, അതും ആന്റിയുടെ സഹോദരന്റെ മകനാണെന്നും അവൻ ഡോക്ടറാണെന്ന കാര്യമൊക്കെ, പക്ഷെ അച്ഛ അവൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലല്ല, അവനൊരു പക്ക ഫ്രോഡാണ്, ഞാനും ഭാവനയും ഇന്നലെ അവനെ കാണാൻ പോയി സംസാരിച്ചു, അപ്പോഴവൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എല്ലാം കേട്ടപ്പോൾ ദേവനും ആകെ വിഷമമാകുകയാണ്.
അവനപ്പോൾ പക്ക ഫ്രോഡാണല്ലോ മോനെ. ഇങ്ങനെയുള്ളവനെയൊന്നും കുടുംബത്തിൽ അടുപ്പിക്കരുത്. എന്തായാലും ഈശ്വരാധീനം കൊണ്ടായിരിക്കാം ഭാനുവിനും ഭാവനക്കും ഇപ്പോൾ ഈ ഒരു കാര്യം തിരിച്ചറിയാനായത്. അതുകൊണ്ട് ഭാനു രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും തീർന്നില്ല അച്ഛാ. കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം വേണം നമ്മൾ നീക്കാൻ, ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലാകും. ഇപ്പോൾ എന്തുകൊണ്ടെന്നാണെന്നറിയില്ല ഭാനു സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാനുണ്ട്. ഇത് കേട്ടതും ദേവൻ ആകെ ഷോക്കാവുകയാണ്.